ജീവിതത്തിൽ മികച്ച വിജയം കൈവരിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ഉള്ള ആളുകൾ അവരിൽ കാണുന്ന ചില സ്വഭാവ വിശേഷണങ്ങൾ, അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഹൈ പെർഫോമൻസ് ഉള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരിൽ കാണാവുന്ന ചില പ്രത്യേക സ്വഭാവ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് അവരിൽ കാണുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവർ ഒരു കണ്ടിന്യൂസ് ലേണേഴ്സ് ആയിരിക്കും. എപ്പോഴും പുതിയതിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അവർ ചെയ്യുന്ന ബിസിനസ്സിലോ അവർ ചെയ്യുന്ന പ്രൊഫഷണൽ ലൈഫിലോ പുതിയ കാര്യങ്ങളെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കാണിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം അവരിൽ കാണാൻ പറ്റും. എപ്പോഴും അവർ കണ്ടിന്യൂസ് ലേണേഴ്സ് ആയിരിക്കും. മറ്റൊന്ന് നമുക്ക് അവരിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവരുടെ കയ്യിലുണ്ടായിരിക്കും. അവരെപ്പോഴും നന്നായി ലിസൺ ചെയ്യുന്നവരായിരിക്കും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ടിരിക്കുന്ന ആളുകളായിരിക്കും. അവർ സംസാരിക്കുന്നത് വളരെ കുറച്ചായിരിക്കും, പക്ഷേ വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ എപ്പോഴും സംസാരിക്കുക. മാത്രമല്ല, അവർ പറയുന്ന അവരെന്താണോ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് തന്നെ ക്ലാരിറ്റിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവരുടെ കയ്യിലുണ്ടായിരിക്കും. മറ്റൊന്ന് അവരിൽ കാണാൻ നമുക്ക് കഴിയുന്നത് അഡാപ്റ്റബിലിറ്റിയാണ്. പുതുതായിട്ട് വരുന്ന എന്തൊരു കാര്യത്തെയും, എന്തൊരു ടെക്നോളജി ആവട്ടെ, പുതിയ അറിവാവട്ടെ, എന്തും ആവട്ടെ, അത് അവരുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അവരുടെ കമ്പനിയിലേക്ക് ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ആ സിസ്റ്റത്തിൽ പുതിയ എന്തൊക്കെ ടെക്നോളജി വന്നുണ്ടോ പെട്ടെന്ന് അവർ അഡാപ്റ്റ് ചെയ്യും. എന്നിട്ട് അവർ ആ സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കും. അങ്ങനെ അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സും കൂടിയുള്ള ആളുകളായിരിക്കും അവർ കാണാൻ നമുക്ക് കഴിയും. ഇവർ കാണാൻ കഴിയുന്ന മറ്റൊന്നാണ് കൺസിസ്റ്റൻസി. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ചെറിയ സ്റ്റെപ്പുകളാണ് എടുക്കുക, പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് അവർ ആ സ്റ്റെപ്പുകൾ കൊണ്ടുകൊണ്ടിരിക്കും. എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരമായിട്ട് അതിൽ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ അത് എന്നും ചെയ്യുന്നുണ്ടെന്ന് അവർ ഉറപ്പ് വരുത്തും. ആ ഒരു കൺസിസ്റ്റൻസി അവരെപ്പോഴും കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കും. മറ്റൊന്നാണ് അവരെ പ്രോ ആക്റ്റീവ് മൈൻഡ് സെറ്റ്. ഇവരെന്ത് കാര്യങ്ങളിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വ്യൂ അവർക്കുണ്ടായിരിക്കും. ഒരു പ്രശ്നത്തിൽ അവർ സ്റ്റക്കാകുമ്പോൾ അവിടെ സ്റ്റക്കായി നിൽക്കാതെ ആ ഔട്ട് ഓഫ് ദ ബോക്സ് അവർ പുറത്ത് കടന്നിട്ട് ഇതിനെ എന്ത് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ള കാര്യത്തിലും കൃത്യമായിട്ടുള്ള ഒരു കാര്യം അവർ കണ്ടെത്തിയിരിക്കും. അങ്ങനെ ഒരു പ്രോആക്റ്റീവ് മൈൻഡോട് കൂടിയായിരിക്കും നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഇന്നേ കൂട്ടി കണ്ടെത്തി അതിനുള്ള സൊല്യൂഷനായിട്ടായിരിക്കും അവരെ മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് ഉണ്ടാവുക. ഇവരിൽ കാണാൻ കഴിയുന്ന മറ്റൊരു സവിശേഷത പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമായിരിക്കും അവർ ചിന്തിക്കുക. അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് അവർ വിലയിരുത്തുക. ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുക, അല്ലെങ്കിൽ തൻ്റെ സിസ്റ്റത്തിനെ, തൻ്റെ കമ്പനിയെ, തൻ്റെ സ്റ്റാഫിനെ, തൻ്റെ ടീമിനെ എല്ലാം പോസിറ്റീവ് വൈബിലേക്ക്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് കൂടുള്ളവരെ കൊണ്ടുവന്ന് ആ കാര്യത്തെ ഓവർകം ചെയ്യാനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നിൽ കാണുന്ന വിജയിച്ച ആളുകൾ അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ കാണുന്ന ചില സ്വഭാവ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം. ടിൽ ദെൻ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.